ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ എന്റെ യൂണിവേഴ്സിറ്റി ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ചെയ്തോടാ, അപ്പൊ യൂണിവേഴ്സിറ്റി ടൂർ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്റെ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് ഇത് കണ്ടു നോക്കിയാലോ. സോ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി, ചൊങ് ആങ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുന്ന ഏരിയ ആണിത്. അപ്പോൾ നിറയെ മരങ്ങളും സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു സൈഡാണ് ഇതിനുള്ളത്. ഒരു സൈഡ് ഇങ്ങനെയാണ്. സോ അവിടെ മെയിൻ എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഓഫീസ് ഓഫ് അഡ്മിഷൻ ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇതാണ് മെയിൻ ബിൽഡിംഗ്. പിന്നെ ഇതിന്റെ ഈ സൈഡിൽ കൂടെ ഇവിടെ ഒരു വേ ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ വേറെയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പതാ ഇത് 102. ഇതിന്റെ താഴെ ഇറങ്ങിയ ബാങ്ക്, മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ കയറി വന്ന ഇത് നമ്മളെ മെയിൻ ബിൽഡിങ്. ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രാഗന്റെ സ്റ്റാച്ചു ഉണ്ട്, അതെത്തും. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ഓരോ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ എന്തിന്റെ ഡിപ്പാർട്ട്മെന്റാന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇങ്ങനെ സ്റ്റെപ്സ് കയറിയിട്ട് ഈ സൈഡിലൊക്കെ നിറയെ ഇരിക്കാനുള്ള സ്ഥലം എന്നുവെച്ചാൽ ആർക്കും വന്നിട്ട് നമുക്ക് രാത്രിയൊക്കെ വേണമെങ്കിൽ ഒരിത്തിരി സമാധാനത്തിന് വന്നിരിക്കാം. പിന്നെ ഇവിടെ മിക്കവാറും മ്യൂസിക് ഷോസ്, ഡാൻസ് അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ ഇവരിവിടെ സ്റ്റേജ് കെട്ടിയിട്ട് ഇപ്പം എല്ലാവർക്കും ഇവിടെയൊക്കെ ഇരുന്നിട്ട് കാണാം. എന്നിട്ട് ഈ സ്റ്റെപ്പ് കയറിപ്പോയി കഴിഞ്ഞാൽ അതാ ഡ്രാഗൻ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയി. അവിടെ അങ്ങ് ദൂരെയാണ് എൻ്റെ വീട്. സോ ഇങ്ങനെയാണ് ഞാൻ ആ കാണിച്ച ഡ്രാഗന്റെ ചുറ്റുപാടും. നല്ല രസമാണ് കാണാനായിട്ട്. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്, ഡ്രാഗന്റെ ചുറ്റും വെള്ളമൊക്കെ ആയിട്ടാണ്. നമുക്ക് താഴത്തോട്ടും ഇറങ്ങാം. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ താഴെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഡ്രാഗൻ ഇല്ലേ, ആ ഡ്രാഗന്റെ അടുത്താണ് ഇങ്ങനെ സീറ്റ്. കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് സീറ്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഓട്ടം സീസണിലൊക്കെ നല്ല ഭംഗി അതിന് ചുറ്റും കാണാനെന്നാണ് കേട്ടത്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ദി ഐക്കോണിക് സ്റ്റാച്യു ഓഫ് CAU. നിങ്ങൾ CAU എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ ഇതായിരിക്കും ഫസ്റ്റ് കാണുന്ന പിക്ചർ. ഒരുപാട് കൊല്ലം പഴക്കമുള്ള സ്റ്റാച്യു ആണെന്നാണ് കേട്ടത്. ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ചുറ്റുമൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ഡ്രൈ ആയിരുന്നു. അപ്പോൾ മഴയൊക്കെ കാരണം വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ടുണ്ട്. സോ ഇതൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇനി കളർ മാറും, ഓട്ടം വരാൻ പോവാണ്. അപ്പോൾ ഓട്ടമായിട്ട് ഞാൻ അതൊരു വേറെ വീഡിയോ ആയിട്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഈ ഒരു വഴി കുറച്ച് നടന്നിട്ടാണ് നമ്മുടെ ലാബ് ഉള്ളത്. അപ്പോൾ ലാബ് ഏകദേശം ഒരു എൻഡിലാണ്. അപ്പോൾ പോണ വഴിക്കുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഇതാണ് 201 ബിൽഡിങ്. അപ്പോൾ ഇവിടെ നിറയെ ATMs ഉണ്ടാവും കേട്ടോ. മിക്ക ബിൽഡിങ്ങിലും ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 സിസ്റ്റം വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, സർട്ടിഫിക്കറ്റ് ഓഫ് അഡ്മിഷൻ, രജിസ്ട്രേഷൻ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഓഫീസ് കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു നൈസ് സംഭവമാണ്. ഇതെന്താണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുട ഇങ്ങനെ ആക്കിയാൽ വെള്ളമൊക്കെ അതിലേക്ക് വറ്റിപ്പോവും. സോ ആ കാണുന്ന സ്റ്റെപ്സ് കയറിപ്പോയാൽ നമ്മുടെ ലാബിലേക്ക് എത്തും. അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ ലിഫ്റ്റും കയറി പോവാം. ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് പോവാറ്. അങ്ങനെ ഞാൻ ലിഫ്റ്റ്, എക്സലേറ്റർ ഒക്കെ കയറി മുകളിലെത്തി. ഇപ്പം ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇരിക്കേണ്ടാവുക. നിറയെ ബിൽഡിങ്സ് ആയിരിക്കും ഫുള്ള്. സ്ഥിരമായിട്ട് പോണ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, കഫറ്റീരിയ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മോസ്റ്റ്ലി ഫുഡ് കൊണ്ടുവരാറാണ്. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നാലും ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇപ്പം മഴയാണ് ഗൈസ്. ഇനി കുറച്ച് ദിവസം മഴ തന്നെ ആയിരിക്കും എന്നാണ് കണ്ടത്. സോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നിടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോരാ, നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ ടൈം 4:30 മണിയാണ്. 4:30 കഴിഞ്ഞു. സോ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ വരാറുള്ളത്. ഇതിന്റെ ഉള്ളിലാണ് കഫറ്റീരിയ ഉള്ളത്. പിന്നെ ഇതിന്റെ ടോപ്പ് ഫ്ലോറിലാണ് ഡോർമെട്രിയുടെ ഒരു പാർട്ട് ഉള്ളത്. ഡോർമെട്രി 2 ബിൽഡിങ്ങിലായിട്ടാണുള്ളത്. ബിൽഡിങ് ഇതാണ്. പിന്നെ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു CU ഉണ്ട്. അപ്പൊ ഈ CUവിന്റെ ഉള്ളിൽ എന്തൊക്കെയല്ലേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ സ്വീറ്റ് സെക്ഷനിൽ വന്നിട്ട്
ഇത്രയും ചോക്ലേറ്റ്സ്, കേക്ക് എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടും കേട്ടും പരിചയമുള്ള പ്രിങ്കിൾസ് ഉണ്ട്, പെപ്പറുണ്ട്, പിന്നെ നിറയെ ബിസ്ക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതേപോലെ ജെല്ലി മിഠായികൾ ഇവിടെ കുറച്ച് ഫേമസ് ആണല്ലോ. അപ്പൊ നിറയെ ഉണ്ട്. അത് പല പല ഷേപ്പില് പിന്നെ കളേഴ്സില് നല്ല രസമാണ് കാണാൻ തന്നെ. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇതാ ഗൈസ് കൊറിയൻ സ്നാക്സ്, നിറയെ ചിപ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാഫ് ഇല്ല, നമ്മൾ സെൽഫായിട്ട് ബില്ലടിക്കുന്ന ഒരു CEO ആണിത്. നമ്മൾ സാധനങ്ങൾ എടുക്കുക, നമ്മൾ തന്നെ ബില്ലടിക്കുക. പിന്നെ നിറയെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഈ ബാരിസ്റ്റ പറഞ്ഞ കോഫിയുടെ പേർപ്പിൾ അതില്ലാന്ന് തോന്നുന്നു ഇവിടെ. ഉണ്ട്, ബട്ട് ബാരിസ്റ്റ അല്ല ഗൈസ്, കോഫി ടൗൺ ആണ്. ഞാൻ ബാരിസ്റ്റ ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ജ്യൂസൊക്കെ കുടിക്കും. ആ വയലറ്റ് ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലത്തെ കഴിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ ബ്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ സീരീസ് ഡ്രാമാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയാം. പിന്നെ അതേപോലെ സാൻഡ്വിച്ച്, അതേപോലെ കുക്ക്ഡ് ഫുഡും ഉണ്ടാവും. നമുക്ക് ചൂടാക്കി എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ കൊറിയൻ നൂഡിൽസ് ഉണ്ട്. ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയൻ നൂഡിൽസ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വച്ച് കുക്ക് ചെയ്ത്, ഇവിടെ അതിനുള്ള കണ്ടെയ്നറും ചോപ്സ്റ്റിക്കും ഒക്കെ ഉണ്ടാവും. അതെടുത്തിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കും. പിന്നെ ഞങ്ങൾ മോസ്റ്റ്ലി ഈ 2 ടേബിളിൽ ഏതിലെങ്കിലും ആണ് ഇരുന്ന് കഴിക്കാറ്. ഈ സിയുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിച്ച് കഴിയുമ്പോൾ സിയു നമ്മളെ മേടി വിളിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കും. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അധികം കോഫി കുടിച്ചിട്ടില്ല. 1-2 തവണ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞാൻ കുടിക്കാറ് വേറൊരു ബിൽഡിങ്ങിൽ നിന്നാണ്. പിന്നെ ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കഫറ്റീരിയയിൽ നമുക്ക് കൊറിയൻ ലഞ്ചൊക്കെ കിട്ടും. ഓൾറെഡി അവർ മെനു ഒക്കെ സൈറ്റിൽ ഞങ്ങളുടെ പോർട്ടലിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വന്ന് കഴിക്കാം. ഇത് മെയിൻലി ഫോർ ഡോർമെറ്ററി പീപ്പിൾ ആണ്. പിന്നെ ഈ ഡോറ് തുറന്ന് പുറത്ത് പോയാൽ നല്ല രസമാണ് കാണാനായിട്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ നോക്കി നിൽക്കും. എനിക്കിഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ ഡോർമെറ്ററിയിലേക്കുള്ള വഴിയാണ്. ദിവ്യൊക്കെ പോണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ ഡോർമെറ്ററിയിലേക്കുള്ള വഴിയാണ്. സോ എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് കരുതണു. കുറച്ച് പേരെന്നോട് ഇത് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിറയെ ATMs ഉണ്ടാവും. അതുപോലെ തന്നെ വൂറി ബാങ്കിൻ്റെ ATM ആണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിനോട് ബൈ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഈ ബിൽഡിങ്. ഞാൻ ഈ ബിൽഡിങ്ങിൽ ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. വലിയ ബിൽഡിങ്ങൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇത്രേ അറിയൂ ഇതിൽ. അപ്പം നമുക്കിനി വേറൊരു ബിൽഡിങ് കാണാം. വേറൊരു ബിൽഡിംഗ് അല്ല, ഞാൻ സ്ഥിരമായിട്ട് പോകാറില്ല, വേറൊരു ബിൽഡിങ്ങിലാണ്. അത് കാണിച്ചു തരാമേ. സോ ഇതൊരു ഈസി വേ ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കയറാൻ പറ്റും. 310 ആ ബിൽഡിങ്ങിലാണ് എനിക്കിഷ്ടപ്പെട്ട കോഫി ഉള്ളത്. ആൻഡ് ഈ കാണുന്നതൊക്കെ ഡോമാണ്. നമുക്ക് ഡോമിലേക്ക് വേണമെങ്കിൽ 308 കൂടെ ഉള്ള ഡോമുണ്ട്. പിന്നെ ഇത് 309 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയും ഡോർമിലേക്ക് എൻ്റർ ചെയ്യാം. DHLൻ്റെ വണ്ടിയാണല്ലോ നിൽക്കണേ. എത്ര കൊറിയേഴ്സ് അയച്ചിരിക്കണു. ഞാനിവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊറിയർ അയച്ചിട്ടുണ്ട് ഗൈസ്. എത്ര അയച്ചിട്ടുണ്ടെന്നറിയോ? ഇവിടെ നിറയെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ പോയി കാലിട്ട് ഗൈസ്, ഫുൾ മുങ്ങി കാല്. എനിക്കിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് സാധാരണ ഉണ്ടാവാറില്ല. കൊള്ളാല്ലേ? ഇതാ ഈ ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ? ഈ ഗ്രൗണ്ടിൻ്റെ ഈ സൈഡിലുള്ള ബിൽഡിങ്ങാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങാണ് എൻ്റെ ബിൽഡിങ്. ഞാൻ രാവിലെ നടക്കുമ്പോൾ ആ വഴിയാണ് പോവാറ്. സോ ഞാൻ പറഞ്ഞു വന്നു, എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിലാകുമ്പോൾ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇപ്പം ഞാൻ മലയാളം സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. സോ ഇഷ്ടം പോലെ പറയാം. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നടക്കുകയാണ്. ഇവിടെ ഹോളിഡേയ്സിൻ്റെ ഇടയിലത്തെ ഒരു ദിവസമാണിത്. അതുകൊണ്ട് തന്നെ അധികം ആരുമില്ല. 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ ക്യാമ്പസിൽ. സോ നല്ലതാണ്. ഞാനിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് കാണിച്ചു തരാം. ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ, ഇരുന്ന് കോഫി കുടിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇത്രയും ഫ്രീ ആയിരിക്കണം നോക്കണ്ട. വർക്കിംഗ് ഡേയ്സിൽ ഫുള്ള് ഫില്ലായിരിക്കും.
സോ അതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി പ്ലേസ്. ഞാൻ ഇവിടെ നിന്നാണ് കോഫി കുടിക്കാറ്. ആൻഡ് ഞാൻ ഇപ്പോൾ കോഫി വാങ്ങുന്നില്ല, കാരണം കോൾഡ് കോഫിയാണ് ഇവിടെ നിന്ന് അറിയാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ തണുത്ത് വിറച്ചിരിക്കുക. ഇപ്പോൾ കോഫി കുടിച്ചാൽ സൂപ്പറാവും. സോ നമുക്കിവിടെ ഇംഗ്ലീഷ് ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ഇംഗ്ലീഷ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്, എനിക്കിഷ്ടപ്പെട്ടതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഹേസൽനട്ട് ലാറ്റയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ്. സോ ഇത്രയുള്ളൂ. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ നല്ല സിറ്റിംഗ് പ്ലേസ് ഉണ്ട്. അതെപ്പോഴും മോസ്റ്റ്ലി എപ്പോഴും ഫില്ലായിട്ടാണ് ഉണ്ടാവുക. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇരിക്കാറുണ്ട്, പക്ഷേ എപ്പോൾ നോക്കുമ്പോഴും ഫില്ലായിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഫ്രീ ആണ്, ഇവിടെയും മോസ്റ്റ്ലി ഫില്ലായിട്ടാണ് ഉണ്ടാവാറ്. സോ നമുക്ക് വന്ന വഴി അല്ലാണ്ട് മെയിൻ ഡോറ് വഴി തിരിച്ചു പോവാം. ഈ ബിൽഡിങ്ങിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. പിന്നെ ക്ലാസ്സസ്, ഇൻ്റർനാഷണൽ ഓഫീസ്, ഇതൊക്കെ ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ ഉള്ളത്. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സ് ഒന്നും നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചു തരാൻ പറയരുത്, കാരണം എനിക്കേ അറിയില്ല. ഞാനേ ആകെ ഇവിടെ ഒരു 2-3 ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേ എപ്പോഴും പോകാറുള്ളൂ. ഫുഡ് കഴിക്കാൻ 308 ഉത്താലടിക്കുന്നു. പിന്നെ ഇതേപോലെ കോഫി കുടിക്കാൻ 310, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 310, പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുള്ള 207. ഈ 3 ബിൽഡിങ്ങിലേ ഞാൻ കയറിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ലാംഗ്വേജിനൊരു ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ അവിടെ എത്ര ബിൽഡിങ്സാണ് നോക്കിയാൽ? 104, 105. ഇത് CAUവിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്, കാണാൻ പറ്റുന്നുണ്ടോ? CAU ക്ലോക്ക്. ദെൻ നിറയെ ബിൽഡിങ്സാണ് എനിക്കങ്ങ്. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ്. ലൈക്ക് ഓരോ സബ്ജക്റ്റിന് ഓരോ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാനുള്ളത് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങിലാണ്. ഇപ്പം ഞാൻ കയറിയ ബിൽഡിങ്ങിലെ ഇത് ഇൻ്റർനാഷണൽ ഓഫീസൊക്കെ ഇപ്പോൾ ഞാൻ ഈ കോഫി കുടിക്കാറുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണുള്ളത്. ലൈക്ക് ഗ്രാജുവേറ്റ്സിൻ്റെ ഇൻ്റർനാഷണൽ ഓഫീസ്, ലൈക്ക് UG സ്റ്റുഡൻസിൻ്റെ ഇൻ്റർനാഷണൽ ഓഫീസ് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം. ബിൽഡിംഗ് കാണാണ്ടോ ഗൈസ് നിങ്ങൾക്ക്? അതിൻ്റെ ഉള്ളിലാണ് UG സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഉള്ളത്. സോ ഈ വഴി നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ CAUവിൻ്റെ ബാക്ക് ഗേറ്റിലോട്ട് എത്തും. 302, 303 ഒക്കെ ഇവിടെയാണുള്ളത്. സോ എനിക്ക് പോകേണ്ടത് വേറൊരു വഴിയാണ് ഗൈസ്. സോ നമുക്ക് വേറെ വഴി പോവാം. ഇവിടെ ആൾക്കാർ ഒരുപാട് നടക്കും. അത് ഈ സ്റ്റെപ്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര സ്റ്റെപ്സാണ് നോക്കി. സോ ഇവിടെ വേറൊരു ബിൽഡിംഗ്. ഞാനും ഈ വഴിയൊന്നും വന്നിട്ടില്ല ഗൈസ്, ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. പിന്നെ ഇവിടെ ഓട്ടമിൻ്റെ തുടക്കമായി, ലീവ്സൊക്കെ കളർ മാറി തുടങ്ങി. ഒക്ടോബർ ആയില്ലേ, പക്ഷെ ഇപ്പോഴും മഴയുണ്ട് ഗൈസ്. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഈ തണുപ്പത്തെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ വിറച്ചാണ് നടക്കണത്. അപ്പോൾ ഇനി ഒരു ഒറിജിനൽ വിന്റർ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇപ്പോഴേ എനിക്ക് തണുത്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇനി ഒരു വിന്ററിലൊക്കെ ഇവിടെ -19 അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ലാസ്റ്റ് ടൈം എന്നാ കേട്ടെ. അങ്ങനെയൊക്കെ വന്നാൽ ഞാൻ എന്താവും എൻ്റെ കണ്ടീഷൻ എന്ന് ഇപ്പോഴേ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല എന്ന് അറിയില്ലേ, ആ ഒരവസ്ഥയിലാണ്. ഞാൻ എന്തായാലും വിന്റർ വ്ളോഗ് ചെയ്യും നിങ്ങളായിട്ട്. എൻ്റെ അവസ്ഥ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. പിന്നെ അങ്ങനെ ഒരു കണ്ടന്റ് മിസ് ചെയ്യാൻ പറ്റുമോ? വിന്റർ, അതും എൻ്റെ ഫസ്റ്റ് വിന്റർ. ഞാൻ ഇതുവരെ സ്നോഫോൾ ഒന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് വിന്റർ എക്സ്പീരിയൻസ്. പക്ഷെ അത് ഇത്രയും സ്ട്രോങ് ഒരു വിന്റർ എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ യാ, നമ്മൾ മോളിൽ നിന്നൊരു ഗ്രൗണ്ട് കണ്ടില്ലായിരുന്നോ? ആണിത്. എൻ്റെ ഫോണിൻ്റെ ലെൻസിലൊക്കെ വെള്ളമായിട്ട് ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു. തുടക്കാം. മോളിൽ നിന്ന് നമ്മൾ കണ്ട ആ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട്. കണ്ടോ? ഇവിടെ മോസ്റ്റ്ലി ആൾക്കാർ കളിക്കാറുണ്ട്.
നിറയെ എപ്പോൾ നോക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആരുമില്ല. മഴ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ചുസോക്കിൻ്റെ ലീവ് ജസ്റ്റ് കഴിഞ്ഞു എന്നും പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഇടയ്ക്കുള്ള ഒരു ദിവസം വർക്കിംഗ് വച്ചേക്കാണ്, ഫ്രൈഡേ. പക്ഷെ മോസ്റ്റ്ലി ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഫുൾ ഭയങ്കര കാലിയാണ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ. സോ സാറ്റർഡേ സൺഡേ ഓൾറെഡി ഇവിടെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേ മാത്രമായിട്ട് ആരും വരും തോന്നുന്നില്ല. ഇവിടെ ഭയങ്കര ലീവ് ഫ്രണ്ട്ലി ഗവൺമെൻറ്റാണ് ഗൈസ്. ലീവ് കൊടുത്ത് ഇപ്പം നമ്മുടെ ഒരു ലീവ് സൺഡേ വന്നാൽ ഒന്നല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ലീവ് കൊടുക്കും. അങ്ങനെ നല്ല ഗവൺമെൻറ്റാണ്. നമുക്ക് കുറച്ച് റെസ്റ്റിനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ടൈപ്പ്. ഇപ്പം ഞങ്ങൾക്ക് ചുസൂക്കിന് തന്നെ അത്യാവശ്യം നല്ല കുറേ ഡേയ്സ് ലീവ് കിട്ടി. ഒരു ഓണം ലീവ് പോലെയൊക്കെ കിട്ടി. ഞാനും ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഈ എന്താ പറയുക ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക്. സോ ഐ ഹോപ്പ് കയറാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കയറി ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഗ്രൗണ്ട് അങ്ങനെയുണ്ട് ഗൈസ്. നന്നായിട്ടുണ്ടല്ലേ? സീ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മഴയത്ത് നടന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് നല്ല ലൈക്കൊക്കെ കൊടുത്ത് ഷെയറൊക്കെ ചെയ്ത് എന്നെ അങ്ങ് വളർത്തിയൊരു വലിയ യൂട്യൂബറാക്കി മാറ്റണം. സോ അതെ, ഞാൻ വീണ്ടും നടന്ന് എൻ്റെ ലാബുള്ള ബിൽഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ 207 ബിൽഡിങ്ങിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ബസ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഫ്രീ ആയിട്ട് ബസ്സിൽ പോകാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞാനുള്ളത്. ഇത് മോസ്റ്റ്ലി എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ ടബ് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ മഴയത്തു നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ കുടയിലുള്ള വെള്ളമൊക്കെ ഉള്ളിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ടബിൻ്റെ ഉള്ളിൽ കുട വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോവും. എന്നിട്ട് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതാകുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്നും വല്ലാണ്ട് ചളിപിളിയാവില്ല. അതിന് വേണ്ടിയുള്ളൊരു നല്ലൊരു ഐഡിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, വെൻഡിങ് മെഷീൻ. അപ്പോൾ 2 വെൻഡിങ് മെഷീൻ ഉണ്ട്, നമുക്ക് ജ്യൂസൊക്കെ വാങ്ങാം. പക്ഷെ ഞാൻ ഇതുവരെ ഇതൊന്നും വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ലാബ് വന്നിട്ട് 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിനെ ഇവർ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുക. സോ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് നേരെ ഒരു അറ്റത്തോട്ട് പോയാലാണ് എൻ്റെ ലാബ്. പിന്നെ ഞാൻ ഒരു നൈസ് സാധനം കാണിച്ചു തരാം. ദേ, കോഫി തരുന്ന റോബോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോഫി വാങ്ങാം. പക്ഷെ ഞാൻ ഇവിടുന്ന് അധികം വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ കൂടുതലും ലാറ്റയാണ് കുടിക്കാറ്. ലാറ്റ ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇല്ല ഗൈസ്, ലാറ്റ ഇല്ല. കുറച്ച് അമേരിക്കാനോ പോലത്തെ കോഫിയും പിന്നെ ജ്യൂസും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് വാങ്ങാറില്ല. പക്ഷെ ഒന്ന് നല്ല രസമുണ്ട് കാണാനായിട്ട്, ഇതിൻ്റെ വർക്കിംഗ് കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പ്, സ്ട്രോ എല്ലാം ഇവിടെ വന്നിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇവിടെ കൊറിയയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും ഭയങ്കര സ്റ്റെപ്സാണ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്റർ വന്നിട്ട്. ഒന്ന് കോൾഡ്, ഇത് ഹോട്ട്. ഇങ്ങനെയാണ് ഗ്ലാസ് ഉണ്ടാവുക. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഗ്ലാസ്. ഇത് നമ്മൾ തുറക്കണം. ഇതിങ്ങനെ നമുക്ക് തുറക്കാം. തുറന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ വെള്ളം വരും. കണ്ടോ? സോ ഇങ്ങനെ ഇവിടുന്ന് വെള്ളം കുടിക്കാം. ഇതേ ഇവിടെ തന്നെ ഡിസ്പോസും ചെയ്യാം. പിന്നെ നമ്മുടെ ഗേൾസ് ടോയ്ലറ്റ് ഇവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് നിറയെ ലാബ്സ്, 2 സൈഡും ലാബ്സാണ്. 2 ലാബ് കഴിഞ്ഞിട്ട് ഒരു എൻഡിലാണ് എൻ്റെ ലാബ് വന്നിട്ടുള്ളത്. സോ നമുക്ക് കാണാം. ലാബിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. സോ ലാബിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ ലാബ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പോയി ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ലാബ്. സോ യെസ്, സോ ദിസ് ഈസ് മൈ സിറ്റിംഗ് പ്ലേസ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാറ്. പിന്നെ ലാബും ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ല. അത് പൊതുവെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല.
അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. ഇതാണ് ചുനാങ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, സോളിലുള്ള ക്യാമ്പസ്. വേറൊരു ക്യാമ്പസ് ഉണ്ട് ഡവിൻസിയിൽ. സോ ഇതാണ് സോൾ ക്യാമ്പസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അവിടെ കണ്ടോ ഗൈസ്, ഗോപുരം പോലെ നിൽക്കുന്ന ഒരു സാധനം. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കി അത് കാണാനായിട്ട് പറ്റാറുണ്ട്. പിന്നെ അതാ ചൊങ്ങാങ് യൂണിവേഴ്സിറ്റിയുടെ ബസ്. പിന്നെ അതേ അവിടെ കണ്ടോ നമ്മളൊരു സെക്യൂരിറ്റി ബൂത്ത് പോലെ, അതാണ് ചൊങ്ങാങ് യൂണിവേഴ്സിറ്റിയുടെ മിഡിൽ ഗേറ്റ്. പിന്നെ അതേ ആ ഒരു സൈഡ് നിങ്ങളതേ കണ്ടോ, ആ താഴത്തോട്ട് ഇറങ്ങിയാലാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച മെയിൻ ഗേറ്റ് വരിക. സോ ഈ മിഡിൽ ഗേറ്റ് വഴിയാണ് ഞാൻ പോകാറ്. അപ്പം എൻ്റെ വീടിൻ്റെ കുറച്ചൊരടുത്തുള്ള ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിങ്ങനെ ഇറങ്ങി, ഇവിടെ നിറയെ കോഫി ഷോപ്സാണ്, മുക്കിന് കോഫി ഷോപ്സാണ്. ഇപ്പോൾ ഈ കാണുന്ന മിഡിൽ ഡോർ ഒരു കോഫി പ്ലേസ് ആണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ മിഡിൽ ഗേറ്റിൽ നിന്ന് ഇതായി ഇറങ്ങി, ചൊങ്ങാങ് യൂണിവേഴ്സിറ്റി മിഡിൽ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് തൊട്ടടുത്താണ്. വന്നു ഞാൻ ഇവിടെ കോഫിയും ബിയറും ഗൈസ്, കോഫി ആൻഡ് ബിയർ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു സ്റ്റഡി കഫേയാണ്. ഇതൊരു നോർമൽ കഫേ ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി മുന്നോട്ടാണ്. ഇവിടെ ഒരു സിയും ഉണ്ട്. ഈ സിയുടെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. കണ്ടോ ഗൈസ്, ആ കാണുന്ന ബിൽഡിങ്ങും ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ നോക്കിയാലും കാണാം, വീട്ടിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന. സോ ഞാൻ തിരിച്ച് റൂമിലെത്തി. എന്താ പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ കണ്ട കോളേജ്, ഞാൻ എൻ്റെ കോളേജ് എങ്ങനെയാണോ കണ്ടത് ആ രീതിക്ക് നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കാണാത്ത പാർട്സ്, എനിക്ക് അറിയാത്ത പാർട്സ് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എനിക്കറിയാത്തൊരു ബിൽഡിംഗ് പോയിട്ട് എന്ത് കാണിക്കാനാണ്. ഞാൻ യൂഷ്വലി പോകുന്ന ഒരു വേ, ഞാൻ യൂഷ്വലി ആ ക്യാമ്പസിൽ എന്തൊക്കെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ എവിടേക്കാണ് പോവാറ് അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, subscribe ചെയ്യണം. So that would be a big motivation for me. So okay guys, till my next video. Bye bye.